വളരെ കഴിഞ്ഞ ദിവസത്തെ പരീക്ഷ എല്ലാവരും എഴുതിയിട്ടില്ലല്ലോ. എഴുതിയ പിള്ളേരുടെ പേര് ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. 2 ദിവസം കൂടെ തരാം, നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടേക്കണം. ടെസ്റ്റ് പേപ്പർ ഗ്രൂപ്പിലാണ് ഇടാവുള്ളൂ. നമ്മളടുത്ത പാഠത്തിലേക്ക് പോവുകയാണ്. ലീനിയർ പ്രോഗ്രാമിംഗ് ചാപ്റ്റർ 12. എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, ആദ്യത്തെ അക്ഷരം LPP. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ LPP എന്നാണ് പറയണത്. അപ്പോൾ LPP കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഫസ്റ്റ് 2 പാർട്സ്. ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന് 2 ഭാഗമാണുള്ളത്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z=ax + by ലീനിയർ കൺസ്ട്രെയിൻസും. ഏതൊക്കെയാണ് 2 ഭാഗങ്ങൾ? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആൻഡ് ലീനിയർ കൺസ്ട്രെയിൻസ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ z=ax + by ആ രൂപത്തിലിരിക്കും. അത് ചിലപ്പോൾ മാക്സിമൈസ് ചെയ്യാനായിരിക്കും, ചിലപ്പോൾ മിനിമൈസ് ചെയ്യാനായിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z=ax + by which is to be maximized or minimized a set of linear inequations in 2 variables x and y called linear constraints including x greater than or equal to 0 and y greater than or equal to 0. ലീനിയർ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ കുറേ ലീനിയർ ഇന്നിക്വാളിറ്റീസ് ആണ്. അതിൽ 2 വേരിയബിൾ എക്സും വൈയും ആണുള്ളത് എല്ലാ ഇന്നിക്വാളിറ്റീസിലും. അതിൻ്റെ കൂടെ ഈ 2 ഇന്നിക്വാളിറ്റി കൂടി കാണും എല്ലാ ക്വസ്റ്റ്യനിലും. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 0. ഇതൊരു പ്രോബ്ലമാണ്, LPP ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ആ പ്രോബ്ലത്തിൽ കൺസ്ട്രെയിൻസ്, ലീനിയർ കൺസ്ട്രെയിൻസ് തരും. അത് ലീനിയർ ഇന്നിക്വേഷൻസ് ആണ്. ഇന്നിക്വേഷൻസ് പറഞ്ഞാൽ ഇന്നിക്വാളിറ്റി ഇട്ടെഴുതുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈക്വൽ ടു അല്ലാത്ത ബാക്കി സിമ്പിളൊക്കെ ഇട്ടെഴുതുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, അങ്ങനെയുള്ളതാണ് ഇന്നിക്വാളിറ്റീസ്. ആ സിമ്പിൾ ഉപയോഗിച്ച് 2 സൈഡ് എഴുതും ഇന്നിക്വാളിറ്റി കിട്ടുന്നത്. ആ ഇന്നിക്വാളിറ്റിയുടെ കൂട്ടത്തിൽ ഈ 2 ഇന്നിക്വാളിറ്റി ചിലപ്പോഴേ തരുള്ളൂ. പക്ഷേ നമ്മൾ ഏത് പ്രോബ്ലത്തിലും ഈ 2 ഇന്നിക്വാളിറ്റി ഉറപ്പായിട്ടും ഇൻക്ലൂഡ് ചെയ്യണം തന്നിരിക്കുന്ന ഇന്നിക്വാളിറ്റീസിൻ്റെ കൂടെ. അപ്പോൾ ഒരു LPPക്ക് 2 ഭാഗങ്ങളാണ്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആൻഡ് ലീനിയർ കൺസ്ട്രെയിൻസ്. നിങ്ങൾക്ക് മനസ്സിലായി. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ രൂപം ഇങ്ങനെയാണ്, z=ax + by. അതാണ് മാക്സിമൈസ് ഓർ മിനിമൈസ് ചെയ്യേണ്ടത്. അത് ചെയ്യാൻ വേണ്ടി കുറച്ച് ലീനിയർ കൺസ്ട്രെയിൻസ് നമുക്ക് തരും. അത് ഇന്നിക്വാളിറ്റീസ് ഇൻ 2 വേരിയബിൾസ് x ആൻഡ് y ഇൻക്ലൂഡിങ് x ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 0 ആൻഡ് y ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 0 ആണ്. LPP is one that is concerned with finding the maximum value or minimum value of the objective function subject to the constraints. ഒന്നുകൂടെ വായിക്കാം. LPP is one that is concerned with finding the maximum value or minimum value of the objective function subject to the constraints. തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസ്, ഈ പറയുന്ന ലീനിയർ ഇനിക്വാളിറ്റീസ് ഉപയോഗിച്ച് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ ഓർ മിനിമം വാല്യൂ കാണുവാണ് നമ്മൾ LPP വഴി ചെയ്യുന്നത്. കോർണർ പോയിൻ്റ് മെത്തേഡ് ഈസ് എ ഗ്രാഫിക്കൽ മെത്തേഡ് ടു സോൾവ് എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. കോർണർ പോയിൻ്റ് മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മളൊരു LPP ചെയ്യുന്നത്. കോർണർ പോയിൻ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ ഗ്രാഫിക്കൽ മെത്തേഡ് ടു സോൾവ് എ LPP. ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിക്കുന്നു. ആ മെത്തേഡിൻ്റെ പേരാണ് കോർണർ പോയിൻ്റ് മെത്തേഡ്. നമ്മളൊരു ഗ്രാഫ് വരച്ച് നമുക്കൊരു റീജിയൻ കിട്ടും, ഷെയ്ഡ് ചെയ്ത് കൊണ്ടുവരുന്ന റീജിയൻ. അതാണ് ഈ പറയുന്ന ഫീസിബിൾ റീജിയൻ. ആ റീജിയന് കുറേ കോർണേഴ്സ് കാണും. ആ കോർണറൊക്കെ കണ്ടുപിടിച്ചിട്ട് അത് ഉപയോഗിച്ചാണ് നമ്മൾ ഈ പറയുന്ന LPP ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ കാര്യം. ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞാൽ കോമൺ റീജിയൻ ഡിറ്റർമൈൻഡ് ബൈ ഓൾ ദ കൺസ്ട്രെയിൻസ്. എല്ലാ കൺസ്ട്രെയിൻസിനും കോമൺ ആയിട്ട് വരുന്ന റീജിയൻ്റെ പേരാണ് ഫീസിബിൾ റീജിയൻ. FEASIBLE ഷെയ്ഡ് ചെയ്ത് വരുമ്പോൾ എല്ലാ കൺസ്ട്രെയിൻസിനും ഈ പറയുന്ന ലീനിയർ ഇനിക്വാളിറ്റീസ്, അതായത് കൺസ്ട്രെയിൻസിനും കോമൺ ആയിട്ട് ഒരു റീജിയൻ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റും. ഫസ്റ്റ് ഇയർ നിങ്ങൾ ഷെയ്ഡ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ആ റീജിയൻ്റെ പേരാണ് ഫീസിബിൾ റീജിയൻ. ഒപ്റ്റിമൽ സൊല്യൂഷൻ any point in the feasible region that gives the optimal value, that is maximum value or minimum value of the objective function is called the optimal solution. ഇതൊക്കെ നോട്ടിൽ വെറുതെ
തന്നേ ഉള്ളൂ, ഇതൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടല്ലോ, z=ax+by എന്ന രൂപത്തിലിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ ഓർ മിനിമം വാല്യൂ ആണ് ഒരു LPP വഴി നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ ആ മിനിമം വാല്യൂവിൻ്റെ പേരാണ് ഒപ്റ്റിമൽ വാല്യൂ. അത്രയേ ഉള്ളൂ. എനി പോയിൻ്റ് ഇൻ ദ ഫീസിബിൾ റീജിയൻ, ആ ഷെയ്ഡ് ചെയ്ത സ്ഥലത്തെ ഏത് പോയിൻറ്റിലാണോ ഈ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും വരുന്നത്, ആ പോയിൻറ്റിൻ്റെ പേരാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഒപ്റ്റിമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ. നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊണ്ടുവന്ന സ്ഥലത്തിൻ്റെ പേര് ഫീസിബിൾ റീജിയൻ. ആ ഫീസിബിൾ റീജിയനിലെ ഏതെങ്കിലും ഒരു പോയിൻറ്റിലായിരിക്കും ഈ ഒപ്റ്റിമൽ വാല്യൂ, അതായത് മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ ആർക്ക് വരുന്നത്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അതായത് z=ax+by വരുന്നത്. അപ്പോൾ ആ പോയിൻ്റ് അറിയപ്പെടുന്നത് ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്നാണ്. ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്താണ്? എനി പോയിൻ്റ് ഇൻ ദ ഫീസിബിൾ റീജിയൻ എന്ന് വെച്ചാൽ അത് ആ ഫീസിബിൾ റീജിയൻ വിത്തിൻ ആൻഡ് ഓൺ ദി ബൗണ്ടറി ഓഫ് ദ ഫീസിബിൾ റീജിയൻ. അപ്പോൾ ഫീസിബിൾ റീജിയനകത്തെ എവിടത്തൊക്കെ പോയിൻ്റ് എടുക്കും? ആ ഷെയ്ഡ് ചെയ്ത സ്ഥലത്തിനുള്ളിലും അതിൻ്റെ ബൗണ്ടറിയിലുമുള്ള ഏതെങ്കിലും ഒരു പോയിൻ്റ്. ദാറ്റ് ഗീവ്സ് ഒപ്റ്റിമൽ വാല്യൂ, ദാറ്റ് ഈസ് മാക്സിമം വാല്യൂ ഓർ മിനിമം വാല്യൂ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് കോൾഡ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഇനി നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു ഷെയ്ഡ് ചെയ്ത സ്ഥലം ഷെയ്ഡ് ചെയ്ത് നമ്മൾ കോമൺ ആയിട്ട് എല്ലാ കൺസ്ട്രെയിൻസിനും കോമൺ ആയിട്ട് ഷെയ്ഡ് ചെയ്ത് കൊണ്ടുവരുന്ന ആ സ്ഥലത്ത്, അതായത് ആ ഫീസിബിൾ റീജിയനിലെ ഒരു പോയിൻറ്റിലാണ് ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനായ z=ax+byക്ക് മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ വരുന്നത്. അത് ഏത് പോയിൻറ്റിലാണോ ആ പോയിൻ്റ് അറിയപ്പെടുന്നത് ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്നാണ്. If the optimal solution exists, then it must occur at a corner point of the feasible region. അങ്ങനെ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും അത് ആ ഫീസിബിൾ റീജിയൻ്റെ ഒരു കോർണർ പോയിൻറ്റിലേ വരുള്ളൂ. ഒരു സ്ഥലം ഷെയ്ഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതിന് പല കോർണേഴ്സ് ഉണ്ട് ആ സ്ഥലത്തിന്. അതിലേതെങ്കിലും ഒരു പോയിൻറ്റിൽ മാത്രമേ ഒപ്റ്റിമൽ സൊല്യൂഷൻ വരുള്ളൂ. ഇഫ് ദ ഫീസിബിൾ റീജിയൻ ഈസ് ബൗണ്ടഡ് എന്ന് വെച്ചാൽ, ബൗണ്ടഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ അടഞ്ഞിരിക്കുന്നത്, ഷെയ്ഡ് ചെയ്ത സ്ഥലം അടഞ്ഞിരിക്കുന്നതുകൊണ്ട് തുറന്നിരിക്കുന്നതുകൊണ്ട്. ഒരു 3 സ്ഥലം ഇങ്ങനെ അടഞ്ഞിരുന്നിട്ട് ഒരു സ്ഥലം ഇങ്ങനെ തുറന്നും ഷെയ്ഡ് ചെയ്ത സ്ഥലം വരും. അപ്പോൾ ഫീസിബിൾ റീജിയൻ ബൗണ്ടഡ്, 4 സ്ഥലം അടഞ്ഞിരിക്കുകയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z അറ്റ് ദ കോർണർ പോയിൻറ്റ്സ് ഓഫ് ദ ഫീസിബിൾ റീജിയൻ, ദെൻ ഐഡൻറ്റിഫൈ ദ ഒപ്റ്റിമൽ വാല്യൂ. ഫീസിബിൾ റീജിയൻ അടഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലായി. ഇത് കണ്ടോ ഷെയ്ഡ് ചെയ്ത സ്ഥലം, ഈ ഷെയ്ഡ് ചെയ്ത സ്ഥലത്തിൻ്റെ പേരാണ് ഫീസിബിൾ റീജിയൻ. ഈ റീജിയന് 4 കോർണർ പോയിൻ്റ് ഉണ്ട്, A, B, C, D. ഏതൊക്കെയാ? A, ഇത് B, ഇത് C, ഇത് D. ഇത് 4 നമ്മൾ കണ്ടുപിടിക്കും. ഇത് ഈ ഗ്രാഫിൽ നിന്ന് കിട്ടും, ഇതും ഗ്രാഫിൽ നിന്ന് കിട്ടും. ഇത് കിട്ടുന്നത് 2 ലൈൻ സോൾവ് ചെയ്താണ്. ഏതൊക്കെ ലൈനാണ്? x=y-ഉം x+y=10ഉം സോൾവ് ചെയ്യുമ്പോൾ b കിട്ടും. സിയും സോൾവ് ചെയ്തേ കിട്ടുള്ളൂ. ഏതൊക്കെ ലൈനാണ്? x=y-ഉം x+3y=60, അത് രണ്ടുകൂടെ സോൾവ് ചെയ്യുമ്പോൾ c കിട്ടും. അങ്ങനെ ഈ പോയിൻറ്റുകളെല്ലാം കണ്ടുപിടിച്ചിട്ട് ഈ ഓരോ പോയിൻറ്റിലും നമ്മുടെ ഇസഡിൻ്റെ ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വില നമ്മളിങ്ങനെ കണ്ടുപിടിക്കും. x വിലയും y വിലയും ഇതിൽ കൊടുത്ത് കണ്ടുപിടിച്ചിട്ട് ഇതിൽ കൂടിയ വില 2 സ്ഥലത്തുണ്ടെങ്കിൽ 2 എഴുതണം. കുറഞ്ഞ വില എഴുതും. എവിടെ? 60 എന്ന കുറഞ്ഞ വില വന്നത് 5 എന്ന പോയിൻറ്റിലാണ്. പി പറയുന്നത് ഒരു ഒപ്റ്റിമൽ സൊല്യൂഷനാണ്. ഈ പോയിൻ്റ് ഒരു ഒപ്റ്റിമൽ സൊല്യൂഷനാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഞാൻ മോളി പറഞ്ഞ കാര്യം മനസ്സിലായി. ഇത് ഫീസിബിൾ റീജിയൻ, ഇതൊക്കെ കോർണർ പോയിൻറ്റ്സ്. ഏത് കോർണർ പോയിൻറ്റിലാണോ z=3x+9y എന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, നമ്മൾ ഇത്രയും നേരം z=ax+by എന്ന് പറഞ്ഞു ബി2 സംഖ്യകളാണ്, അങ്ങനെയുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് കുറഞ്ഞ വില വരുന്നത്, അപ്പം മിനിമൈസ് ആണ് അവിടെ ചെയ്തത്. മാക്സിമം വില വരുന്നത്, അപ്പം മാക്സിമൈസ് ആണ് അവിടെ ചെയ്തത്. ചോദ്യത്തിൽ അത് മിനിമൈസ് മാക്സിമൈസ് മാറി മാറി ചോദിക്കും. ഇവിടെ 2 പോയിൻറ്റുകളിൽ ഒരേ വില കിട്ടി. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് z 180 അറ്റ് C 15 ആൻഡ് D 020 എന്നൊക്കെ പറഞ്ഞാൽ മതി. 2 പോയിൻറ്റ് വന്നാൽ അങ്ങനെ കണ്ടുപിടിക്കാൻ മാത്രമാണ് ഇവിടെ ചെയ്യുന്നുള്ളൂ.
അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഫീസിബിൾ റീജിയൻ ബൗണ്ടഡ് ആകുമ്പോൾ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇസഡ് അറ്റ് ദ കോർണർ പോയിൻറ്റ്സ് ഓഫ് ദ ഫീസിബിൾ റീജിയൻ. ആ ഫീസിബിൾ റീജിയൻ്റെ എല്ലാ കോർണർ പോയിൻറ്റ്സുകളിലും ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇസഡിൻ്റെ വില കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തും ഒപ്റ്റിമൽ വാല്യൂ ഏതാണ് എന്ന് വെച്ചാൽ മാക്സിമൈസ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചെങ്കിൽ മാക്സിമം വില വന്ന പോയിൻ്റ് എടുക്കും. മിനിമൈസ് ആണ് ക്വസ്റ്റ്യൻ വന്നെങ്കിൽ മിനിമം വില വന്ന ആർക്ക് മിനിമം വില ഇസഡിന് മിനിമം വില വന്ന പോയിൻ്റ് എടുക്കും. അതാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഈ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്നത് ഒന്ന് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ഒന്ന് ലീനിയർ കൺസ്ട്രെയിൻസ്, ഈ രണ്ട് ഭാഗങ്ങളാണ് ഒരു LPPക്ക് ഉള്ളത്. എല്ലാ ലീനിയർ കൺസ്ട്രെയിൻസിൻ്റെയും കൂട്ടിൽ ഈ രണ്ട് കൺസ്ട്രെയിൻറ്റ് കൂടി കൂട്ടിയേക്കണം. LPP എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ്. ആ ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച്, ആ മെത്തേഡിൻ്റെ പേര് കോർണർ പോയിൻ്റ് മെത്തേഡ് എന്നാണ്. കാരണം കോർണേഴ്സ് വെച്ചാണ് ഈ കണക്ക് ചെയ്യണത്. അങ്ങനെ കോർണർ പോയിൻ്റ് മെത്തേഡ് വെച്ച് അല്ലെങ്കിൽ ആ ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ച് മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ ഇസഡിന് കണ്ടുപിടിക്കുവാണ് നമ്മൾ LPP എന്ന പ്രോബ്ലത്തിൽ ചെയ്യുന്നത്. അത് ചെയ്യണത് തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസ് ഉപയോഗിച്ചാണ്. കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലുള്ള ലീനിയർ ഇൻഇക്വാളിറ്റീസ്. ഇനി നമ്മൾ ഫീസിബിൾ റീജിയൻ ഷെയ്ഡ് ചെയ്ത സ്ഥലം കൊണ്ടുവന്നിട്ട് അതിൻ്റെ കോർണേഴ്സൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇസഡിൻ്റെ വില കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ട് അതിലേത് പോയിൻറ്റിലാണ് ഇസഡിന് മാക്സിമം വാല്യൂ വന്നേ അല്ലെങ്കിൽ മിനിമം വാല്യൂ വന്നതെന്ന് കണ്ടുപിടിച്ചെടുക്കും. അപ്പോൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ നമുക്ക് കിട്ടും. ഈ നോട്ട് മനസ്സിലാക്കുക മാത്രം ചെയ്താൽ മതി, അല്ലാതെ ആ നോട്ടിൽ നിന്നൊന്നും ഒരു ക്വസ്റ്റ്യൻ വരികയില്ല. നമുക്കൊരു പ്രോബ്ലം ചെയ്യാൻ ഈ പാഠത്തിൽ നിന്ന് വരും, അല്ലാതെ വേറെ യാതൊരു ക്വസ്റ്റ്യനും ഈ പാഠത്തിൽ നിന്നുള്ളതല്ല. വളരെ ചെറിയ ഒരു പാഠമാണ്. കുറച്ച് ഗ്രാഫ് വരയ്ക്കേണ്ടത് മാത്രമേ ഉള്ളൂ. കൺസിഡർ ദി LPP മിനിമൈസ് ഇസഡ് ഈസ് ഇക്വൽ ടു 3s + 9y. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻസ് x + 3y < > 60, s + y > 10, x < y. ഇത്രയും ലീനിയർ ഇൻഇക്വാളിറ്റീസിൻ്റെ കൂടെ ഫസ്റ്റ് ഡിഗ്രി ആയതുകൊണ്ട് ലീനിയർ ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞത്. ഈ രണ്ട് ഇൻഇക്വാളിറ്റി എല്ലാത്തിലും വരും. x < 0, y < 0. അപ്പോൾ നമുക്ക് 1, 2, 3, 4, 5 ലീനിയർ കൺസ്ട്രെയിൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. എന്നിട്ട് ഡ്രോ ഇറ്റ്സ് ഫീസിബിൾ റീജിയൻ, ഫൈൻഡ് വെർട്ടീസസ് ഓഫ് ദ ഫീസിബിൾ റീജിയൻ എന്ന് വെച്ചാൽ ഫൈൻഡ് കോർണർ പോയിൻറ്റ്സ് ഓഫ് ദ ഫീസിബിൾ റീജിയൻ. അത് തന്നെ വെർട്ടീസസ് എന്നും പറയും. VER ആണിത്. ഫൈൻഡ് മിനിമം വാല്യൂ ഓഫ് ഇസഡ് സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻസ്. നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം ലീനിയർ ഇൻഇക്വാളിറ്റി എന്ന പാഠത്തിൽ ഗ്രാഫൊക്കെ വരച്ചതാണ്. s + ty < 60 ആണ് നമ്മുടെ ഇൻഇക്വാളിറ്റി. കണ്ടോ, ഇൻഇക്വാളിറ്റി സൈൻ എവിടെ മുഴുവനുള്ളത്? ഇക്വാളിറ്റി സൈൻ അല്ല, ഈക്വൽ ടു അല്ല ഉള്ളത്. ഇൻഇക്വാളിറ്റി സൈനാണ് എല്ലായിടത്തും കിടക്കുന്നത്. s + ty < 60 എന്ന് പറയുന്നത് ഒരു ഇൻഇക്വാളിറ്റിയാണ്. അത് വരയ്ക്കണമെങ്കിൽ s + ty = 60 എന്ന ഇക്വേഷൻ തന്നെ വരച്ചിട്ട് s + ty = 60 എന്ന ഇക്വേഷൻ തന്നെ വരച്ചിട്ട് അതിൻ്റെ മുകളിലേക്കുള്ള ഭാഗമാണോ അല്ല അതിൻ്റെ താഴേക്കുള്ള ഭാഗമാണോ s + ty < 60 എന്ന ഭാഗത്ത് വരുന്നത് എന്ന് കണ്ടുപിടിക്കണം. ഒരു ഭാഗമാണ്, ഒരു റീജിയൻ തന്നെ വരും ഇതിന്, ഓരോ ഇൻഇക്വാളിറ്റിക്കും. അപ്പോൾ നമ്മൾ ആദ്യം s + ty = 60 എന്ന ലൈൻ വരയ്ക്കാൻ വേണ്ടി പോയിൻ്റ് എടുക്കുകയാണ്. എല്ലാത്തിലും ഈക്വൽ ടു സൈനും കൂടി ഉണ്ട്. ഈക്വൽ ടു സൈൻ ഇല്ലാതെയാണ് ഒരു ഇൻഇക്വാളിറ്റി വരുന്നതെങ്കിൽ നമ്മൾ ഈ വരയ്ക്കുന്ന ലൈൻ ഡോട്ട് ലൈൻ വരയ്ക്കണം. ഇവിടെ എല്ലാം ഡോട്ടിട്ട് അകത്തി വരേന ഡോട്ട് കുത്തിട്ട് ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. ആ ലൈൻ ഒറ്റയടിക്ക് കറുപ്പിച്ച് വരയ്ക്കാൻ പറ്റില്ല എന്ന്. ഇവിടെ എല്ലാത്തിലും ഈക്വൽ ടു സൈനും കൂടെ ഉണ്ട്. s + ty = 60 എല്ലായ്പ്പോഴും നമ്മൾ 2 പോയിൻ്റെങ്കിലും 2 പോയിൻ്റ് ഉറപ്പായിട്ട് എടുക്കണം, 3 പോയിൻ്റ് ചിലപ്പോൾ എടുക്കേണ്ടി വരും. നമ്മൾ കൂടുതൽ സമയത്തും x0 വരുമ്പോഴുള്ള y വിലയും y0 വരുമ്പോഴുള്ള x വിലയും അങ്ങനെയാണ് എല്ലായിടത്തും പോയിൻ്റ് എടുക്കേണ്ടത്. x0 വരുമ്പോഴുള്ള y വില, അപ്പോൾ ഇത് രണ്ടും ഒരുപോലെയായി പോയതുകൊണ്ടാണ് y0 വരുമ്പോഴുള്ള x വില എടുക്കാതിരുന്നത് ഈ കണക്കിൽ. അത് എടുക്കാൻ പറ്റിയല്ലോ ഇതിനകത്ത്. അതുകൊണ്ട് ബാക്കി എല്ലായിടത്തും x0 വരുമ്പോഴുള്ള y വിലയും y0 വരുമ്പോഴുള്ള x വിലയാണ് എടുത്തിരിക്കുന്നത്. x0 ഇട്ടു, അപ്പോൾ y എത്ര വരണം? 20 വരണം, എന്നാലേ = 60 വരുള്ളൂ. y0 ഇട്ടു, അപ്പോൾ ഇവിടം 0 ആയിപ്പോയി. അപ്പോൾ x എത്രയാണ്? 60.
അപ്പോൾ എസ് പ്ലസ് ടി വൈ സമം 60 എന്ന ലൈൻ വരയ്ക്കാൻ 2 പോയിൻ്റ്, ഒരു പോയിൻ്റ് 0, 20. 0, 20 എന്ന് പറയുന്ന പോയിൻ്റ് ഏത് അക്ഷത്തിലാണ്? വൈ ആക്സിസിൽ. ഇത് കണ്ടോ, 0, 20. 60, 0 അത് ഏത് ആക്സിസിലാണ്? എക്സ് ആക്സിസിൽ. കാരണം 60, 0 എന്ന് പറയുന്ന ബ്രാക്കറ്റ് ഇട്ട് 60, 0 അങ്ങനെ എഴുതുകയാണ് ആ പോയിൻ്റ്. അപ്പോൾ 60 ആണ് എക്സ് കോർഡിനേറ്റ്, എക്സ് അക്ഷത്തിൽ തന്നെ വരും. ലൈൻ നീട്ടി വരച്ചു. തൊട്ടടുത്ത് എസ് പ്ലസ് ടി വൈ സമം 60 എന്ന് പേരെഴുതിയേക്കണം. ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ച് ആരോ മാർക്കിട്ട് എക്സ് വൈ എന്ന് പേരിട്ട് നമ്മൾ ഈ പോയിൻ്റ് നോക്കി 10, 20, 30, 40 എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. 2 ആക്സിസിലും ഒരേ അകലത്തിൽ തന്നെ പോയിൻ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടാണ് ആദ്യത്തെ ലൈൻ വരച്ചത്. നമ്മുടെ രണ്ടാമത്തെ ഇൻഇക്വാളിറ്റി എസ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. അതിനു വേണ്ടി എസ് പ്ലസ് വൈ ഈക്വൽ ടു 10 എടുത്ത് എക്സ് 0 വരുമ്പോൾ ഇവിടെ 0 കൊടുത്തു, വൈ 10, വൈ 0 വരുമ്പോൾ എക്സ് 10. അപ്പോൾ 2 പോയിൻ്റ് 0, 10 അത് ഏത് ആക്സിസിൽ വരും? വൈ ആക്സിസിലും. 10, 0 അത് ഏത് ആക്സിസിൽ വരും? എക്സ് ആക്സിസിലും. എന്നിട്ട് യോജിപ്പിച്ച് വരയ്ക്കുന്ന ലൈനാണ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 10. ഉറപ്പായിട്ട് എഴുതിയേക്കണം. എക്സ് ഈസ് ഈക്വൽ ടു വൈ ആണിത്. എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്ന് പറയുന്നത് എക്സും വൈയും സെയിം. 0ക്ക് 0, 10ന് 10, 5ന് 5, 20ന് 20 അങ്ങനെ വരുന്നത്. അപ്പോൾ 0, 0 എന്നുള്ള പോയിൻ്റ് ഇത്, 10ന് 10, 10ന് 10 ഇവിടെ. അപ്പോൾ ഈ 2 പോയിൻ്റ്, ഈ പോയിൻറ്റും ഈ പോയിൻറ്റും ചേർത്ത് വരയ്ക്കുന്ന ലൈൻ എക്സ് ഈസ് ഈക്വൽ ടു വൈ. അങ്ങനെ നമ്മൾ 3 ലൈനും വരച്ചു. ഈ 2 വരയ്ക്കേണ്ട ആവശ്യമില്ല. ഈ 2 വരയ്ക്കേണ്ട ആവശ്യമില്ലാന്ന് വെച്ചാൽ ഇത് എക്സ് സമം 0 എന്ന് പറയുന്നത് ഈ വൈ ആക്സിസാണ്. എക്സ് സമം 0 ഇതിനു വേണ്ടി എടുക്കുന്നത്. അത് ഈ വൈ ആക്സിസാണ്. വൈ സമം 0 ഇതിനു വേണ്ടി വരയ്ക്കുന്നത്. വൈ സമം 0 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് വരയ്ക്കേണ്ട. എക്സ് സമം 0 ഏതാണ്? വൈ ആക്സിസ്. വൈ സമം 0 ഏതാണ്? എക്സ് ആക്സിസ്. ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ഈ എല്ലാ ഇൻഇക്വാളിറ്റിയും, എത്ര ഇൻഇക്വാളിറ്റി ഉണ്ടോ? 1, 2, 3, 4, 5 ഇല്ലേ? 5 സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്ഥലം കണ്ടുപിടിക്കണം. അതായത് നമ്മുടെ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കണം. എസ് പ്ലസ് ടി വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60. ഉടനെ എസ് പ്ലസ് ടി വൈ സമം 60 എന്ന ലൈൻ എടുത്തിട്ട് ആ ലൈനിൻ്റെ മോൾ ഭാഗത്താണോ ആ ലൈനിൻ്റെ താഴ്ഭാഗത്താണോ ഷെയ്ഡ് ചെയ്യേണ്ട സ്ഥലം വരേണ്ടതെന്ന് ആലോചിക്കണം. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16 ആണ്. എന്നിട്ട് നമ്മൾ ഈ ലൈനാണല്ലോ നമ്മുടെ ആ എസ് പ്ലസ് ടി വൈ ഈക്വൽ ടു 60. അതിൻ്റെ ഏത് ഭാഗത്താണ്? 0, 0. അതിൻ്റെ താഴ്ഭാഗത്താണ് 0, 0. 0, 0 ഇതിലിട്ട് പറഞ്ഞു നോക്കും. 0 + 3 × 0 അതായത് 0 എന്ന് മൊത്തം കിട്ടി. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 ശരിയോ തെറ്റോ? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60. ഇവിടെയും 0 കൊടുത്തു, ഇവിടെയും 0 കൊടുത്തു. 0, 0 എന്ന പോയിൻ്റ് ഇട്ട് കൊടുത്തു ഇതിൽ. അപ്പോൾ 0 + 3 × 0 അതായത് 0, ടോട്ടൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60. അത് ശരിയാണ്. അപ്പോൾ എസ് പ്ലസ് ടി വൈ സമം 60 എന്ന ലൈനിൻ്റെ 0, 0 കിടക്കുന്ന ഭാഗം, അതായത് ഈ ലൈൻ, ഈ കടലാസിന് ഈ ലൈൻ നമ്മുടെ ഈ ഗ്രാഫ് വരച്ച പേപ്പറിനെ 2ആക്കി മുറിച്ചു. ഒന്ന് ഈ ലൈനിൻ്റെ മുകളിലുള്ള ഈ സ്ഥലം മൊത്തവും, രണ്ടാമത് ഈ ലൈനിൻ്റെ താഴെയുള്ള ഈ സ്ഥലം മൊത്തവും. അതിൽ താഴ്ഭാഗത്ത് കിടന്ന 0, 0 എടുത്ത് അതിൽ സാറ്റിസ്ഫൈ ചെയ്ത് ഇട്ട് നോക്കിയപ്പോൾ ഇത് ശരിയായി വരുന്നുണ്ട്. 0 + 3 × 0 അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 എന്ന് പറയുന്നത് ശരിയായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് 0, 0 കിടക്കുന്ന ഈ ലൈനിൻ്റെ താഴേക്കുള്ള ഭാഗമാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. ഇത്രയും ഭാഗമുണ്ട്, അതിനകത്ത് വരും. നമ്മൾ ഷെയ്ഡ് ചെയ്യില്ല, മനസ്സിൽ കാണും. അത് ഇത്രയും സ്ഥലമുണ്ട്. നമ്മുടെ അടുത്ത ഇൻഇക്വാളിറ്റിയിലേക്ക് പോകും. എസ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. അതിന് വേണ്ടിയിട്ടാണ് ഈ ലൈൻ വരച്ച് വെച്ചേക്കുന്നത്. എസ് പ്ലസ് വൈ ഈക്വൽ ടു 10 എന്ന ഈ ലൈൻ. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഈ ലൈൻ മനസ്സിലിങ്ങനെ നീട്ടി വരയ്ക്കുക. മനസ്സിൽ അത് ഈ പേപ്പറിനെ 2ആക്കി മുറിച്ചു. ഒന്ന് ഈ ലൈനിൻ്റെ മുകളിലേക്കുള്ള ഈ ഭാഗം മുഴുവനും, 2 ഈ ലൈനിൻ്റെ താഴേക്കുള്ള ഈ ഭാഗം മുഴുവനും. ഈ ലൈൻ എന്തൊരു മുഴുവൻ നീട്ടി വരയ്ക്കാമല്ലോ. അതിൽ താഴ്ഭാഗത്താണ് 0, 0. 0, 0 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. 0 + 0 അതായത് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 തെറ്റല്ലേ? എക്സിന് 0, വൈക്ക് 0 കൊടുത്ത് ടോട്ടൽ LHS 0 വന്നിട്ട് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ ഈ ലൈനിൻ്റെ താഴ്ഭാഗത്ത് കിടന്ന 0, 0 എന്ന പോയിൻ്റ് ഇൻഇക്വാളിറ്റിയിൽ ഇട്ടപ്പോൾ തെറ്റിപ്പോയി എങ്കിൽ
ആ 0 0 കിടക്കുന്ന ഭാഗമല്ല ഈ ലൈൻ്റെ മുകളിലേക്കുള്ള ഭാഗമാണ് ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ആദ്യത്തെ ലൈൻ്റെ താഴേക്കുള്ള ഭാഗമാണ് ഷെയ്ഡ് ചെയ്യേണ്ടതെന്നും രണ്ടാമത്തെ ലൈൻ്റെ മുകളിലേക്കുള്ള ഭാഗമാണ് ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ആ രണ്ട് സ്ഥലവും മനസ്സിൽ കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ആദ്യത്തെ ലൈൻ്റെ താഴേക്കുള്ള ഭാഗമാണ് ഇങ്ങനെയുള്ള സ്ഥലം മൊത്തവും, രണ്ടാമത്തെ ലൈൻ്റെ മുകളിലേക്കുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം മൊത്തവും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഈ രണ്ട് സ്ഥലത്തിനും കൂടെ കോമൺ എന്ന് പറയുന്നത് ഇവയ്ക്ക് ഇടയ്ക്കുള്ള ഭാഗമാണ് മനസ്സിലായി. ഈ രണ്ട് ലൈന് ഇടയ്ക്കുള്ള ഭാഗം, ഏത് രണ്ട് ലൈന്? ഒന്ന് ഇത് ഈ രണ്ട് ലൈൻ ഇടയ്ക്കുള്ള ഭാഗമാണ് മനസ്സിലായി. മൂന്നാമത്തെ ഇനിക്വാളിറ്റിയിലേക്ക് പോവുകയാണ്. എക്സ് <y. അത് ഈ പറയുന്ന ലൈനാണ്. ഈ ലൈൻ ഈ കടലാസിനെ രണ്ടാക്കി മുറിച്ചു. ഈ ലൈൻ്റെ ഈ മുകളോട്ടുള്ള ഈ സ്ഥലവും ഈ താഴേക്കുള്ള ഈ സ്ഥലവും, അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ താഴെയുള്ളൊരു പോയിൻ്റ് നമ്മൾ 20 0, ഈ പോയിൻ്റ് ഏതാ? 20 0 എടുത്ത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 20 <0. 20 ആണ് ഇതിൽ എക്സ് കൊടുക്കുന്നത്, y 0 കൊടുക്കുമ്പോൾ 20 <0 എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഈ ലൈൻ്റെ താഴേക്കുള്ള ഭാഗത്ത് കിടന്ന 20 0 സാറ്റിസ്ഫൈ ചെയ്തില്ല. അപ്പോൾ അവിടെയല്ല, അതിൻ്റെ മുകളിലേക്കുള്ള ഭാഗമാണ് ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അപ്പോൾ ഇപ്പം 3 ഇനിക്വാളിറ്റി നമ്മൾ പരിഗണിച്ചു. ആദ്യത്തെ രണ്ടെണ്ണം പരിഗണിച്ചപ്പോൾ ഈ ഉള്ളിൽ വരുന്ന സ്ഥലമാണ് ഈ രണ്ട് ലൈനിൽ നിന്നും പിടികിട്ടിയതാണ്. ഈ ആദ്യത്തെ രണ്ടെണ്ണം വെച്ച് മൂന്നാമത്തേന് വന്നപ്പോൾ ഈ ലൈൻ്റെ മുകളോട്ടുള്ള ഭാഗമാണ് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് 3ൻ്റെയും കൂടിയുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഈ ലൈൻ്റെയും ഇടയ്ക്കും ഈ x=y മോൾ ഭാഗവും, അതായത് ഇതും കൂടെ കയറി വരുന്നുണ്ട്, ഇതും കൂടെ എന്ന് മനസ്സിലായി. പിന്നെ നമുക്ക് ഈ രണ്ട് ഇനിക്വാളിറ്റി ഒന്നിച്ചാണ് പരിഹരിക്കേണ്ടത്. x > 0, y > 0 എന്ന് പറയുന്ന സ്ഥലം ഈ ഫസ്റ്റ് ക്വാഡ്രൻ്റാണ് കംപ്ലീറ്റ്. ഇതാണ് y 0. അപ്പോൾ y > 0 എന്ന് പറയുമ്പോൾ ഈ ലൈൻ ഉൾപ്പെടെ, അതായത് ഈ എക്സഷൻ ഉൾപ്പെടെ, എക്സഷൻ കൂടെ നീണ്ടുപോകുന്നുണ്ട്, എക്സഷൻ ഉൾപ്പെടെ അതിൻ്റെ മുകളിലേക്കുള്ള ഭാഗം മൊത്തം, ഇത് മൊത്തമാണ് ഏത്? y > 0. ഈ പറയുന്ന സ്ഥലത്ത് മുഴുവൻ ഒന്നുകിൽ y 0 അല്ലെങ്കിൽ y 0 കൂടുതൽ. ശരിയല്ലേ? y വില 0 കൂടുതൽ. ഇത്രയും സ്ഥലത്ത് എവിടെയാണ് y വില 0 തന്നെ? എക്സക്ഷത്തിലുള്ള പോയിന്റുകളിൽ മാത്രം. എക്സഷൻ ഈ സൈഡിലേക്കുണ്ട്. ഇനി y > 0 എന്ന് പറയും, അതാണ് ഈ ഇത് y > 0 എന്ന ഇനിക്വാളിറ്റിയെ സൂചിപ്പിക്കുന്ന സ്ഥലം. എക്സഷൻ ഉൾപ്പെടെ ഈ പറയുന്ന സ്ഥലം കംപ്ലീറ്റ്. ഇനി x > 0 എന്ന് പറയുന്ന സ്ഥലം ഇതാണ്. x 0 എന്ന് പറയുന്ന y ആക്സിസ്. കൂടാതെ അതുൾപ്പെടെ ഈ ഇവിടെ മുഴുവൻ ഈ താഴേക്കുമുണ്ടെന്ന് വെച്ചാൽ y അക്ഷം താഴേക്കും പോകുന്നുണ്ട്. ഈ പറയുന്ന സ്ഥലത്ത് മൊത്തം എന്താണ്? x <0 ആണ്. ശരിയെന്ന് നോക്കി, x വില <0 അല്ലേ ഇത്രയും സ്ഥലത്ത്? =0 വരുന്നത് ഈ y അക്ഷത്തിൽ. അപ്പോൾ x > 0, y > 0 ഒന്നിച്ച് പരിഗണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഇവിടം തൊട്ട് കംപ്ലീറ്റ് വരുന്ന ഈ സ്ഥലത്തിൻ്റെയും ഇവിടം തൊട്ട് കംപ്ലീറ്റ് വരുന്ന ഈ സ്ഥലത്തിൻ്റെയും എവിടെ നിന്നിട്ട് ഒന്ന് ഈ x അക്ഷം ഉൾപ്പെടെ അതിൻ്റെ മുകളിലേക്കുള്ള സ്ഥലത്തിൻ്റെയും ഒന്ന് ഈ y അക്ഷം ഉൾപ്പെടെ അതിൻ്റെ വലത്തോട്ട് വരുന്ന സ്ഥലത്തിൻ്റെയും കോമൺ സ്ഥലം എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ക്വാഡ്രൻ്റാണ്. ഫസ്റ്റ് ക്വാഡ്രൻ്റ് കംപ്ലീറ്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രൻ്റ് കംപ്ലീറ്റ് ഈ അക്ഷം ഉൾപ്പെടെ, രണ്ട് ആക്സിസ് ഉൾപ്പെടെ ഫസ്റ്റ് ക്വാഡ്രൻ്റ് കംപ്ലീറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മോളിൽ പറഞ്ഞ 3 ഇനിക്വാളിറ്റിയുടെ കോമൺ ആയിട്ടുള്ള റീജിയൻ കണ്ടുപിടിച്ചത് ഈ ലൈൻ്റെ മുകളോട്ട്, ഈ ലൈൻ്റെ താഴേക്ക്, ഈ ലൈൻ്റെ മുകളോട്ട്, അതായത് ഈ സ്ഥലം കൂടി ഉൾപ്പെടെ ഇതായിരുന്നു. ആ കൂടെ നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റും കൂടി കയറി വരുമ്പോൾ വീണ്ടും കോമൺ എടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സ്ഥലം മാത്രം ഔട്ടായിപ്പോയി. അപ്പോൾ നമ്മുടെ 5 ഇനിക്വാളിറ്റിയുടെയും കൂടെ കോമൺ സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലായി? ഇത് ഈ ഷെയ്ഡ് ചെയ്തിരുന്ന ഈ സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ പേരാണ് നമ്മൾ നോട്ടിൽ പഠിച്ച ഫീസിബിൾ റീജിയൻ. ഇതിന് 4 കോർണേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ ABCD എന്ന് പേരിട്ടു. അപ്പോൾ നമ്മുടെ എ പാർട്ട് കഴിഞ്ഞു, ഫീസിബിൾ റീജിയൻ വരച്ചു. വെർട്ടീസസ് ഓഫ് ഫീസിബിൾ റീജിയൻ, ഈ കോർണർ പോയിൻറ്റ്സ് ഓഫ് ഫീസിബിൾ റീജിയൻ അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ നമുക്ക് എ അടയാളപ്പെടുത്തണം,
അതിന് 0 10 ആണെന്നും ബി പക്ഷേ അറിയത്തില്ല. ടു ഫൈൻഡ് ബി സോൾവ് എക്സ് ഈസ് ഇക്വൽ ടു വൈ ആൻഡ് എക്സ് പ്ലസ് വൈ ഈസ് ഇക്വൽ ടു 10. എക്സും വൈയും സെയിം ആണ്. എക്സും വൈയുടെ കൂട്ടിയ 10 ആണ്. അപ്പോൾ എക്സും 5 വൈയും 5 എന്ന് മനസ്സിലായിട്ട് ബി 5 ആണ് എഴുതുക. ടു ഫൈൻഡ് സി സോൾവ് എക്സ് ഈസ് ഇക്വൽ ടു വൈ ആൻഡ് എക്സ് പ്ലസ് 3y ഈസ് ഇക്വൽ ടു 60. എക്സും വൈയും ഈക്വലാണ്. അപ്പോൾ ഇവിടെ കേട്ടി നമുക്ക് വേണമെങ്കിൽ വൈ എന്ന് കൊടുക്കാം. അപ്പോൾ y പ്ലസ് 3y അതായത് 4y 60 വന്നിട്ട് y 15 വരും. y 15 ആണെങ്കിൽ എക്സും 15 എക്സും വൈ ഈക്വൽ ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് സി എന്ന പോയിൻ്റ് 15 ആണെന്ന് മനസ്സിലാവും. പിന്നെ ഡി എന്ന പോയിൻ്റ് വൈ ആക്സിസ് ഇരിക്കുന്നതുകൊണ്ട് 0 20 ആണ് കിട്ടും. അങ്ങനെ നമ്മൾ കോർണർ പോയിൻറ്റ്സ് 4 കണ്ടുപിടിക്കും. അടുത്തതായിട്ട് ഫൈൻഡ് മിനിമം വാല്യൂ ഓഫ് ഇസഡ് സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻസ് ആണ്. ഫൈൻഡ് മിനിമം വാല്യൂ ഓഫ് ഇസഡ് സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻസ്. ഇനി അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളൊരു ടേബിൾ വരച്ച് കോർണർ പോയിൻറ്റ്സ് എന്നൊരു ഹെഡിങ് എഴുതി ആ 4 കോർണർ പോയിൻറ്റ് എഴുതുക. വാല്യൂ ഓഫ് ഇസഡ് ഈസ് ഇക്വൽ ടു 3x പ്ലസ് 9y. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. വാല്യൂ ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഈ ഓരോ കോർണർ പോയിൻറ്റിലും ഇങ്ങനെ 2 ഹെഡിങ് എഴുതുക. എന്തൊക്കെയാണ് ഹെഡിങ്? കോർണർ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ഇസഡ് ഈസ് ഇക്വൽ ടു 3x പ്ലസ് 9y. A 0 10 എക്സിന് 0 വൈക്ക് 10. ആകെ ആൻസർ ഇസഡ് 90. 5 5 3 × 5 പ്ലസ് 9 × 5 60 എന്ന് കിട്ടും. 15 15 3 × 15 പ്ലസ് 9 × 15 ഇസഡ് ഈസ് ഇക്വൽ ടു 180 കിട്ടും. 0 20 ഇസഡ് ഈസ് ഇക്വൽ ടു 3 × 0 പ്ലസ് 9 × 20 180 കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മിനിമം വാല്യൂ ഓഫ് ഇസഡ് 60 ആണെന്ന് മനസ്സിലാവും. അറ്റ് ബി 5 അങ്ങനെ എഴുതുന്നു. ഈ പോയിൻ്റാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. മിനിമം വാല്യൂ ഓഫ് ഇസഡ് എത്രയാണ്? 60. അപ്പോൾ നിങ്ങൾക്ക് നോട്ട് മനസ്സിലായില്ലേ? ഒരു പ്രോബ്ലം കണ്ടപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. എന്താണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് മനസ്സിലായി. ഈ ചോദ്യം എന്നാ മിനിമം വാല്യൂ ചോദിച്ചത്, അതുകൊണ്ടാണ് മിനിമം കണ്ടത്. മാക്സിമം വാല്യൂ അല്ല ചോദിച്ചത്. മിനിമൈസ് എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ LPPയുടെ 2 ഭാഗങ്ങളാണ്. ഒന്ന് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ഒന്ന് കൺസ്ട്രെയിൻസ്. ഇത് മുഴുവൻ ലീനിയർ ഇൻഇക്വാളിറ്റീസാണ്. അപ്പോൾ LPPക്ക് 2 ഭാഗങ്ങളാണ് ഉള്ളത്. ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡ് ചെയ്ത് കണ്ടുപിടിച്ച സ്ഥലം. ഫീസിബിൾ റീജിയൻ്റെ കോർണർ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്. ഇനി എങ്ങനെ വാല്യൂ ഓഫ് ഇസഡ് കണ്ടുപിടിക്കുമെന്ന് വെച്ചാൽ കോർണർ പോയിൻ്റ് ഹെഡിങ് എഴുതുക. വാല്യൂ ഓഫ് ഇസഡ് 3x പ്ലസ് 9y. ഇസഡ് ഇവിടെ എഴുതി വെക്കുകയാണെങ്കിൽ ആ വാല്യൂ ഓഫ് ഇസഡ് ഓരോ കോർണർ പോയിൻറ്റിലും കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമുണ്ട് ഇങ്ങനെ. എന്നിട്ട് മിനിമം വാല്യൂ ഓഫ് ഇസഡ് ഈ 60 അറ്റ് ബി 5 എന്ന് എഴുതിയാൽ മതി. ഒരു കണക്ക് അവിടെ പെട്ടെന്ന് പറഞ്ഞേക്കാം. കാരണം ഇത് കൂട്ട് പ്രോബ്ലം മാത്രമേ ഈ പാഠത്തിലുള്ളൂ. നമ്മുടെ പുസ്തകത്തിലെ ഏറ്റവും ചെറിയ പാഠം. കൺസിഡർ ദി LPP മിനിമൈസ് ഇസഡ് ഈസ് ഇക്വൽ ടു -3x പ്ലസ് 4y സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻസ് x പ്ലസ് 2y ലെസ് ദാൻ ഓർ ഇക്വൽ ടു 8, 3x പ്ലസ് 2y ലെസ് ദാൻ ഓർ ഇക്വൽ ടു 12, x ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 0, y ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 0. മാർക്ക് ദി ഫീസിബിൾ റീജിയൻ, ഫൈൻഡ് കോർണർ പോയിൻറ്റ്സ്, ഫൈൻഡ് ദി കോർണർ അറ്റ് വിച്ച് ഇസഡ് അറ്റൈൻസ് ഇറ്റ്സ് മിനിമം. ഒരു വ്യത്യാസവും ഇല്ല. ഇത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ഇത് കൺസ്ട്രെയിൻസ്. ഈ കൺസ്ട്രെയിൻസിൻ്റെ കൂട്ടത്തിൽ ചില ക്വസ്റ്റ്യൻ ഇത് തരില്ല. തന്നില്ലെങ്കിൽ നമ്മൾ എഴുതി ചേർക്കണം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 0. ഇത് രണ്ടും കൂടി ഒന്നിച്ച് പരിഗണിച്ച് ഫസ്റ്റ് ക്വാഡ്രൻ്റ് അങ്ങ് എടുക്കുകയുള്ളൂ. ആദ്യം നമുക്ക് x പ്ലസ് 2y സമം 8 എന്ന് എഴുതാം. പിന്നെ 3x പ്ലസ് 2y സമം 12 എന്ന് എഴുതാം. ഞാൻ പറഞ്ഞ പോലെ x 0 വരുമ്പോഴും y 0 വരുമ്പോഴുമാണ് 2 സ്ഥലത്തും പോയിൻ്റ് എടുത്തേക്കുന്നത്. x 0 വരുമ്പോൾ 0 പ്ലസ് 2y 8 വന്നിട്ട് y 4, y 0 ആദ്യമേ ഇട്ട് കൊടുക്കുവാണ് ഇവിടെ ടേബിളിൽ. അന്നേരം ഇവിടെ 0 വന്നിട്ട് x 8. അപ്പോൾ 2 പോയിൻ്റ് കിട്ടി. 0 4. അപ്പോൾ y ആക്സിസിൽ വരും. 8 0, അത് x അക്ഷത്തിലും വരും. അങ്ങനെ നമ്മൾ രണ്ടും കൂടെ ചേർത്ത് x പ്ലസ് 2y സമം 8 എന്ന ലൈൻ വരച്ചു. എക്സിന് 0 കൊടുക്കുമ്പോൾ ഇവിടെ 0 ആയിട്ട് 2y 12 വന്നിട്ട് y 6, 0 6 എന്ന പോയിൻ്റ് കിട്ടി. y 0 ആദ്യമേ നമ്മൾ ടേബിളിൽ ഇടുവാണ്. അപ്പോൾ ഇവിടെ 0 വന്നിട്ട് 3x 12 വന്നിട്ട് x 4 കിട്ടി. 4 0 എന്ന പോയിൻ്റ് കിട്ടി. ആദ്യത്തെ പോയിൻ്റ് 0ക്ക് 6 y ആക്സിസിൽ വരും, 4ന് 0 x ആക്സിസിൽ വരും. അടുത്ത ലൈനും വരച്ചു. 3x പ്ലസ് 2y സമം 12. നമ്മുടെ ഷെയ്ഡ് ചെയ്ത സ്ഥലം കണ്ടുപിടിക്കാൻ ലെസ് ദാൻ ഓർ ഇക്വൽ ടു 8 ചോദിച്ചേക്കുന്നത്. ഇതാണല്ലോ നമ്മുടെ ആദ്യത്തെ ലൈൻ. ഈ ലൈൻ ഈ കടലാസിനെ ഈ പ്ലെയിനെ 2 മുറിച്ച് ഈ ലൈൻ്റെ മുകളിലേക്കുള്ള ഇത്രയും സ്ഥലവും ഈ ലൈൻ്റെ താഴേക്കുള്ള ഇത്രയും സ്ഥലവും അതിലേത് ഭാഗത്താണ് 0 0 എന്ന പോയിൻ്റ് താഴെയുള്ള ഭാഗത്താണ്.
ആ 0 എന്ന പോയിൻ്റ് ഇവിടെ കൊടുത്തു. എക്സിന് 0 വൈക്ക് 0 കൊടുത്തു. അപ്പോൾ LHS 0 വന്നു. 0 ≤ 8 ശരിയായ ഒരു കാര്യമാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് ഈ ലൈനിൻ്റെ താഴെയുള്ള ഭാഗത്താണ് 0 കിടന്നത്. അതിട്ടപ്പോൾ ശരിയായി വന്നതുകൊണ്ട് ഈ ലൈനിൻ്റെ താഴെയുള്ള ഭാഗമാണ് ഷെയ്ഡ് ചെയ്യേണ്ടത് നമ്മൾ മനസ്സിൽ കണ്ടു. ഇത് മാത്രമൊന്നുമല്ല, ഈ ലൈനിൻ്റെ താഴെ എന്തോരം സ്ഥലമുണ്ട്, അത് മൊത്തം നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടതാണ്. ഈ ലൈൻ നീട്ടി വരച്ചാൽ സ്ഥലം വീണ്ടും കൂടും. ഇനി അടുത്ത 3+2y ≤ 12 നമ്മൾ ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെയും 2 ഭാഗമായിട്ട് ആ ലൈൻ ഈ കടലാസിനെ മുറിച്ചിട്ടുണ്ട്. ഒന്ന് ഈ മോൾഭാഗം, ഒന്ന് ഈ താഴ്ഭാഗം. താഴെയുള്ള ഭാഗത്താണ് 0 ഇട്ട് കൊടുത്തു. എക്സിന് 0 വൈക്ക് 0 ≤ 12 അതും ശരിയായി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ ലൈൻ്റെയും താഴെയുള്ള ഭാഗമാണ്. ഇനി നമുക്ക് 2 ഭാഗമുണ്ട്. ഫസ്റ്റ് ക്വാഡ്രൻ്റ്, ഇത് രണ്ടും കൂടെ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ക്വാഡ്രൻ്റ്. അപ്പോൾ നിങ്ങൾ നോക്കേ, ഈ ലൈൻ്റെയും താഴേക്കുള്ള ഭാഗം, ഈ ലൈൻ്റെയും താഴേക്കുള്ള ഭാഗം. ഈ ലൈൻ്റെയും താഴെ, ഈ ലൈൻ്റെയും താഴെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഭാഗം ഔട്ടായിപ്പോയി. 2 ലൈൻ്റെയും താഴേക്കുള്ള ഭാഗത്തിൻ്റെ കോമൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ സ്ഥലമാണ്. ഇവിടെയൊക്കെ വരും, ഇവിടെയൊക്കെ വരും, ഇവിടം വരെയാണ്. ഇങ്ങനെയാണ് എന്ന് മനസ്സിലായി. ഈ സ്ഥലം വരും, ഈ സ്ഥലം വരും, അത് ഉറപ്പ്. പിന്നെ ഈ താഴേക്കുള്ള ഈ സ്ഥലം എല്ലാം വരും, ഇതെല്ലാം വരും 2ൻ്റെ താഴെ. പക്ഷേ ഫസ്റ്റ് ക്വാഡ്രൻറ്റും കൂടി അടുത്ത 2 ഇൻഇക്വാളിറ്റിയിൽ നിന്ന് കയറി വരുമല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, ഇങ്ങനെയുള്ള ഈ പുറത്തുള്ള ഈ സ്ഥലം ഔട്ടായി പോയിട്ട് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഈ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച സ്ഥലത്തിൻ്റെ കൂടെയും കൂടി ഒന്നിച്ച് പരിഗണിക്കുമ്പോൾ ഇത്രയും സ്ഥലം മാത്രമുള്ളൂ മനസ്സിലായി. നമ്മൾ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള സ്ഥലം കൂടി എടുക്കുമ്പോൾ ഈ പുറത്തുള്ള ഈ സ്ഥലങ്ങൾ ഔട്ടായി പോയിട്ട് ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. ഒറിജിൻ ആയതുകൊണ്ട് ഓന്നേ കൊടുക്കുള്ളൂ, എന്നൊന്നും കൊടുക്കില്ല. OABC 4 കോർണർ പോയിൻ്റ് ഒന്നും വിട്ടുപോയേക്കരുത്. OABC അതിൽ O00 ആണെന്നും A40 ആണെന്നും C04 ആണെന്നും അറിയാം. പിന്നെ B കാണാൻ, ടു ഫൈൻഡ് B സോൾവ് x+2y = 8 ആൻഡ് 3x + 2y = 12. ഇക്വേഷൻ 1 2. ഇക്വേഷൻ 2വിൽ നിന്ന് 1 കുറച്ചു, അപ്പോൾ 2y പോയല്ലോ. 3x നിന്ന് x കുറച്ച് 2x, 12 നിന്ന് 8 കുറച്ച് 4, x2 ഫ്രം വാട്ട് 2 + 2y = 8, 2y 6, y 3. അങ്ങനെ B എന്ന പോയിൻ്റ് 2 3 ആണെന്ന് മനസ്സിലായി. B23 ഇതാണ് നമ്മുടെ കോർണർ പോയിൻറ്റ്സ്. ഇനി നമ്മൾ മിനിമം വാല്യൂ ഓഫ് Z കാണാൻ വേണ്ടി കോർണർ പോയിൻറ്റ്സ് വാല്യൂ ഓഫ് Z -3x + 4y എന്ന ഹെഡിങ് എഴുതി O00 Z ചെയ്തപ്പോൾ എക്സിന് 0 വൈക്ക് 0 A40 Z ചെയ്തപ്പോൾ -3 × 4 + 4 × 0 -12. B23 Z ചെയ്തപ്പോൾ -3 × 2 + 4 × 3 6. C04 Z ചെയ്തപ്പോൾ -3 × 0 + 4 × 4 16. അങ്ങനെ മിനിമം വാല്യൂ ഓഫ് Z -12 ആണ് അറ്റ് A40 എന്ന് മനസ്സിലായി. ഇങ്ങനെ കുറച്ച് പ്രോബ്ലം ചെയ്യാൻ മാത്രമേ നമുക്കുള്ളൂ. ഇതുകൊണ്ടില്ലേ, കൺസിഡർ ദി LPP മാക്സിമൈസ് Z 4x + 5y. ഇത് മാക്സിമൈസ് വേറെ ഒരു വ്യത്യാസമില്ല. ഇത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, നമ്മുടെ കൺസ്ട്രെയിൻ്റ് മാർക്ക് ദ ഫീസിബിൾ റീജിയൻ. അല്ലാതെ അവർ വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. മാക്സിമൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫീസിബിൾ റീജിയൻ മാർക്ക് ചെയ്യാനും മാത്രമേ ക്വസ്റ്റ്യനുള്ളൂ. പക്ഷേ ഫീസിബിൾ റീജിയൻ മാർക്ക് ചെയ്ത് വെച്ചാൽ മാത്രം മാക്സിമം വാല്യൂ ഓഫ് Z കിട്ടില്ലല്ലോ. ഈ ടേബിൾ വരച്ച് Zൻ്റെ വില മാക്സിമം ഇങ്ങനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നാൽ മാത്രമല്ലേ കിട്ടുള്ളൂ. അപ്പോൾ C പാർട്ട് ഇല്ലെങ്കിൽ പോലും കംപ്ലീറ്റ് കണക്ക് ഇതിനകത്തും ചെയ്യാനുണ്ട്. ആദ്യം നമ്മൾ 2x + 3y = 6 എടുത്തു. പിന്നെ 2x + y = 4 എടുത്തു. എക്സിന് 0 കൊടുത്തു. അപ്പോൾ y ഇവിടെ 0, 3y 6 വന്നിട്ട് y 2 02 എന്ന പോയിൻ്റ് കിട്ടി. വൈക്ക് 0 ടേബിളിൽ കയറ്റിയിട്ടു. അപ്പോൾ 2x = 6x 3 വന്നാൽ 30 എന്ന പോയിൻറ്റും കിട്ടി. 0ക്ക് 2 y അക്ഷത്തേൽ, 3ക്ക് 0 x അക്ഷത്തേൽ, രണ്ടും കൂടെ ചേർത്ത് ലൈൻ വരച്ച് 2x + 3y = 6 എന്ന് എഴുതി. എക്സിന് 0 ഇട്ടു. അപ്പോൾ ഇവിടെ 0 വന്നിട്ട് y 4 04 എന്നുള്ള പോയിൻ്റ് കിട്ടി. വൈക്ക് 0 ഇട്ടു. അപ്പോൾ 2x = 4, എക്സിന് 2 എന്ന് കിട്ടി. 2 0 എന്നുള്ള പോയിൻ്റ് കിട്ടി. 0ന് 4 y അക്ഷത്തേൽ, 2ന് 0 x അക്ഷത്തേൽ, 2x + y = 4 എന്നുള്ള ഇനിയും കിട്ടി. ഇനി നമുക്ക് ആ ഫീസിബിൾ റീജിയൻ ഒന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. 2x + 3y < 6 അല്ലേ.
ഇത് കണ്ടില്ലേ 2x + dy = 6 എന്ന ലൈൻ കടലാസിനെ രണ്ടാക്കി മുറിച്ചു. ഈ ലൈൻ്റെ മുകളിലുള്ള ഈ സ്ഥലം കംപ്ലീറ്റും ഈ ലൈൻ്റെ താഴെയുള്ള ഈ സ്ഥലം കംപ്ലീറ്റും. അതിൽ താഴെയുള്ള ഭാഗത്തല്ലേ 0 0, അതിട്ട് നമുക്ക് നോക്കാം. 2 × 0 + 3 × 0 ഉത്തരം 0. 0 ≤ 6 ശരിയാണ്. അപ്പോൾ ഈ ലൈൻ്റെ താഴെയുള്ള ഭാഗം 0 0 ഇട്ടപ്പോൾ ശരിയായതുകൊണ്ട് താഴെയുള്ള ഭാഗമാണ് ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. താഴെയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കാണിക്കുന്ന ഈ സ്ഥലം മൊത്തം ഉണ്ട്. ബാക്കി കൺസ്റ്റൻറ്റും കൂടെ കയറി വരുമ്പോഴാണ് അത് കുറഞ്ഞു തന്നെ. ഈ 2x + y ≤ 4 ആണ്. ഇതല്ലേ നമ്മളെ 2x + y = 4. അതും കടലാസിനെ രണ്ടാക്കി മുറിച്ച് ഈ മുകളിലുള്ള ഈ സ്ഥലവും ഈ ലൈൻ്റെ താഴെയുള്ള ഈ സ്ഥലവും താഴ്ഭാഗത്തല്ലേ 0 0. 2 × 0 + 0 എന്ന് വെച്ചാൽ മൊത്തം 0 ≤ 4. അത് ശരിയാണ്. അപ്പോൾ ആ ലൈൻ്റെയും താഴെ 0 0 കിടക്കുന്ന ഭാഗം, അതായത് ഇതൊക്കെ ഉൾപ്പെടെയാണ് ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. പക്ഷേ ആദ്യത്തെ ലൈൻ്റെയും രണ്ടാമത്തെ ലൈൻ്റെയും താഴേക്കുള്ള ഭാഗം കോമൺ എടുക്കുമ്പോൾ ഈ സ്ഥലമൊക്കെ ഔട്ടായി പോവും, ഈ സ്ഥലം ഔട്ടായി പോവും. പിന്നെ ഈ സ്ഥലം ഉൾപ്പെടെ, അതായത് ഇവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇവിടെയൊക്കെ വരുമെന്ന് മനസ്സിലായി. ഇതൊക്കെ വരും ഇങ്ങനെ. പക്ഷേ നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റും കൂടി അടുത്ത 2 ഇനീക്വാളിറ്റി വരെ കയറി വരുമ്പോൾ ഈ പുറത്തുള്ള ഈ സ്ഥലം മൊത്തം ഔട്ടായി പോവും. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ എന്ന് പിടുത്തം കിട്ടും. അങ്ങനെ ഒറിജിൻ A B C എന്ന കോർണർ പോയിൻറ്റ്സിന് പേരിട്ട് കോർണർ പോയിൻറ്റ്സ് എന്ന ഹെഡിങ് എഴുതി. വാല്യൂ ഓഫ് ഇസഡ് നമ്മുടെ 4x + 5y ആയിരുന്നു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. O0 ഇവിടെ കോർണർ പോയിൻറ്റ്സ് പ്രത്യേകം ബി പാർട്ടായിട്ട് ചോദിച്ചില്ല, അതുകൊണ്ട് അത് പ്രത്യേകിച്ച് എഴുതണ്ട. ഈ ടേബിൾ വരയ്ക്കാൻ വേണ്ടി മാത്രം എഴുതിച്ചാൽ മതി. ഞാൻ അറിയാൻ പാടാത്തത് സൈഡിൽ കണ്ടുപിടിക്കാം. O00 A20 C02. ഒറ്റ കാര്യം അറിയത്തില്ലാത്തുള്ളൂ, ബി കാണാൻ ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. ടു ഫൈൻഡ് ബി സോൾവ് 2x + y 4, 2x + dy 6. ഇക്വേഷൻ 1 2. 2 ൽ 1 കുറച്ചു. 3y ന്ന് y കുറച്ച് 2y. 6 ന് 4 കുറച്ച് 2 y 1 എന്നുള്ളത് ഫ്രം 1 കൊടുത്തു. 2x + 1 = 4. 2x 3x 1.5. അപ്പോൾ ബി ഏതാണ്? 1.51. ഇസഡിൻ്റെ വില 0 0ൽ 4 × 0 + 5 × 0 0. 2 0ൽ 4 × 2 + 5 × 0 8. 1.51ൽ 4 × 1.5 + 5 × 1. ഇത് 6 കിട്ടും. 6 5 11. 02ൽ 4 × 0 + 5 × 2 10 കിട്ടും. നോക്കിയേ, ഏതാ മാക്സിമം വാല്യൂ? 11. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് ഇസഡ് ഈസ് 11 അറ്റ് ബി 1.51 എന്ന് എഴുതി നിർത്തിയാൽ മാത്രം മതി. 3 പ്രോബ്ലം ഞാൻ പറഞ്ഞിരുന്നപ്പോൾ ഈ പാഠത്തിലെ കാര്യം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായി. LPP, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, കൺസ്ട്രെയിൻസ്, ഫീസിബിൾ റീജിയൻ, കോർണേഴ്സ്, കോർണർ പോയിൻറ്റ്സ്, അതിൽ ഇസഡിൻ്റെ വില കണ്ട് മാക്സിമ ചോദിക്കണമെങ്കിൽ മാക്സിമ എവിടെയാണ് പറയുക, മിനിമ ചോദിക്കണമെങ്കിൽ മിനിമ എവിടെയാണ് പറയുക, ആ പറയുന്ന പോയിൻ്റാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ, ഇത് മാക്സിമം വാല്യൂ, അങ്ങനെയൊക്കെ പറയുന്നു. അല്ലാതെ മാക്സിമം ഒപ്റ്റിമൽ വാല്യൂ, മാക്സിമം വാല്യൂ ആണെങ്കിലും മിനിമം വാല്യൂ ആണെങ്കിലും നമ്മൾ അറിയപ്പെടുന്നത് ഒപ്റ്റിമൽ വാല്യൂ എന്നാണ്. അത് നോട്ടിൽ കിടപ്പുണ്ട്. രണ്ടിൻ്റെയും പേര് ഒപ്റ്റിമൽ വാല്യൂ എന്നാണ്. കണ്ടോ? ഒപ്റ്റിമൽ വാല്യൂ എന്നാണ്. മാക്സിമം വാല്യൂ ആണെങ്കിലും മിനിമം വാല്യൂ ആണെങ്കിലും അതിലേതാണോ ചോദിക്കുന്നത് ഓരോ ചോദ്യത്തിലും അത് നമ്മൾ ഒപ്റ്റിമൽ വാല്യൂ ആയിട്ട് അറിയപ്പെടും. ഏത് പോയിൻറ്റിലാണോ നമുക്ക് മാക്സിമം വാല്യൂ വരുന്നത് ആ പോയിൻറ്റിൻ്റെ പേര് എനി പോയിൻറ്റ് ഇൻ ദ ഫീസിബിൾ റീജിയൻ ഈസ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. നിങ്ങൾ ഈ ഗ്രാഫ് കൃത്യമായിട്ട് വരയ്ക്കണം, മനസ്സിലാക്കി വരയ്ക്കണം. ഒരു കണക്ക് മാത്രം നോക്കി ചെയ്തിട്ട് ബാക്കി കണക്ക് 2 തന്നെ ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾ പഠിക്കുകയുള്ളൂ. നോട്ട് കൃത്യമായിട്ട് എഴുതിയെടുക്കണം. ഒരു കാര്യം ഇവിടെ പറയട്ടെ, നമ്മൾ മെട്രിക്സ്, റിലേഷൻ ഫംഗ്ഷൻ, ഡിറ്റർമിനൻസിൻ്റെയൊക്കെ നോട്ട് നേരത്തെ തന്നാൽ നിങ്ങളൊരു ചെറിയ ബുക്കിൽ നോട്ട് മാത്രം എഴുതി വേറൊരു ബുക്കിൽ പ്രോബ്ലം ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ LPPയുടെ നോട്ടും ആ ചെറിയ ബുക്കിൽ തന്നെ ഈ ഒരു പേജ് നോട്ട് എഴുതിയിട്ട് പ്രോബ്ലം മാത്രം പ്രോബ്ലത്തിൻ്റെ ബുക്കിൽ എഴുതണം. അതാണ് നല്ലത്. പരീക്ഷ എഴുതാത്തവർ പരീക്ഷ എഴുതി അയച്ചു തരിക.